ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഈസിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ചെയ്ത നിറവ് എന്ന ചോദ്യപേപ്പറിന്റെ രണ്ടാം ഭാഗമാണ് ചെയ്യുന്നത്. എല്ലാവരും നന്നായി മനസ്സിലാക്കി ചെയ്യുക. ടീച്ചർ എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പൊ ആദ്യത്തെ ചോദ്യം തന്നെ 3 എന്ന സംഖ്യയെ സൂചിപ്പിക്കുന്ന മലയാളം അക്കം ഏത്? മലയാളം അക്കം 10 വരെ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വന്ന ചോദ്യം അനുസരിച്ച് 9 വരെയുള്ള അക്കങ്ങൾ ഒന്നിന്റെ കൂടെ 0 തന്നെയാണ്. 0ത്തിൻ്റെത് ടീച്ചർ ടൈപ്പ് ചെയ്തില്ല, എന്നാലും അത് കൂടെ ചെയ്യാം. ഓക്കെ, മലയാള അക്കത്തിൽ 0 ചെറിയൊരു വട്ടം പോലെയാണ്. അപ്പൊ 10 എന്ന് എഴുതുമ്പോൾ ഈ 1ഉം 10ഉം ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതില് 3 എന്ന അക്കത്തെ സൂചിപ്പിക്കുന്നതാണ് ചോദിച്ചത്. ഇത് വേണ്ടവർ എഴുതിയെടുക്കുക. ഇതാണ് 3. 1, 2 എഴുതിയത് നോക്കിയേ, നമ്മൾ പണ്ട് എഴുതി പഠിക്കുമ്പോൾ പഠിച്ചതുപോലെ അല്ലേ. പിന്നെ 3, 4, 3നെ നാ പോലെ ആക്കിയിട്ട് ഒരു വര അല്ലേ. അങ്ങനെ ഇത് ഓർമ്മിച്ച് വെക്കുക. അപ്പൊ ആൻസർ ഏതാ വരുന്നത്? 3. 1, 2, 3, 4, 5, 6, 7, 8, 9, 0. ഇത് വേണ്ടവർ എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ ഉള്ള ഉത്തരം 3 എന്ന് മലയാള അക്കത്തിൽ എഴുതണം. അടുത്തത് 6 മണി മുതൽ 10 മണി വരെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ ആകെ പ്രവർത്തന സമയം കാണാനാണ്. അപ്പൊ നമ്മൾ നോക്കുക, രാവിലെ 6 മണിക്കാണ് ഇവിടെ കമ്പനിയുടെ പ്രവർത്തനം തുടങ്ങുന്നത്. അപ്പൊ രാവിലെ 6 മണിക്ക് തുടങ്ങി 12 മണി വരെയുള്ള സമയം നമ്മൾ നോക്കുക. എത്രയായിരിക്കും? 6ഉം 6ഉം 12. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ കൂടെ പിന്നെയും എന്തുണ്ട്? 10 മണി വരെ. 12 കഴിഞ്ഞാൽ പിന്നെ 1 to 10 10 മണിക്കൂർ. അങ്ങനെ കൂട്ടി നോക്കിയാല് വേഗം ആൻസർ കിട്ടും. 6ഉം 10ഉം 16 മണിക്കൂർ. ആകെ പ്രവർത്തന സമയം 16 മണിക്കൂറാണ് കിട്ടുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്ന സമയം തൊട്ട് 12 മണി വരെ നോക്കുന്ന 6 മണിക്കൂർ, പിന്നെ 1 മണി 2 മണി അങ്ങനെ 10 മണി വരെ 10 മണിക്കൂർ. ഓക്കെ, അടുത്ത ചോദ്യം എളുപ്പമാണ്. 40 നൂറുകൾ ചേർന്ന സംഖ്യ 40 നൂറുകൾ ചേർന്ന സംഖ്യ എത്ര 50കൾ ചേർന്നതാണ്? എത്ര 50കൾ ചേർന്നതാണ്? 80 അല്ലെ. 40 100 80. ഒരു 100 രൂപ എന്ന് വെച്ചാൽ 250 രൂപയാണ്. അപ്പൊ അത് എളുപ്പമാണ്. 80. അടുത്ത നോക്കിയേ, ഒരു ചതുരത്തിൻ്റെതാണ് വന്നത്. അപ്പൊ നമ്മളെ ചതുരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ചോദ്യപേപ്പറിലും ഉണ്ടാവാറുണ്ട് ചോദ്യം. ഇതിൽ നോക്കിയേ, ഇതിൽ എന്താ പറഞ്ഞേ? ഈ ചതുരത്തിൽ നിന്ന് 3 സെന്റിമീറ്റർ വശമുള്ള എത്ര സമചതുരങ്ങൾ മുറിച്ചെടുക്കാം? സമചതുരങ്ങൾ എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ എല്ലാ വശവും 3 സെന്റിമീറ്റർ ആയിരിക്കണം അല്ലെ. അങ്ങനെയാവുമ്പോ ഇത് 6 സെന്റിമീറ്റർ ആണ് വീതി ഉള്ളത്. ഇതിന് എത്രയുള്ളത്? 6 സെന്റിമീറ്റർ വീതിയാണ് ഉള്ളത്. അങ്ങനെ വരുമ്പോ നമുക്ക് ഇതിനെ 2 ഭാഗമാക്കി മാറ്റാം. 3 സെന്റിമീറ്റർ ഉള്ള 2 ഭാഗമാക്കി മാറ്റാം. വീണ്ടും ഇവിടെ 12 സെന്റിമീറ്റർ ആണ്. 12 3 4 ആണ് 12 അല്ലെ. അപ്പൊ 3 സെന്റിമീറ്റർ ഉള്ള 4 ഭാഗങ്ങളാക്കി ഇതിനെയും മാറ്റാം. 1, 2, 3, 4. അപ്പൊ 4 ഇവിടെയും, ഇങ്ങനെ 4ഉം ഇങ്ങനെ 4 അല്ലെ. അപ്പൊ എത്ര സമചതുരങ്ങൾ മുറിച്ചെടുക്കാൻ പറ്റും നമുക്ക്? 8 സമചതുരങ്ങൾ മുറിച്ചെടുക്കാൻ പറ്റും. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. കൃത്യമായിട്ട് വരക്കാൻ പറ്റില്ല, ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരണോ ടീച്ചറെ? ആശയം മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ 6 സെന്റിമീറ്റർ ആണ് ഉള്ളത്. അപ്പൊ 6 സെന്റിമീറ്റർ ആകുമ്പോൾ നമുക്ക് 3 സെന്റിമീറ്റർ ആണ് സമചതുരത്തിന്റെ വശം. അപ്പൊ ഇവിടെ ഉള്ളതിനെ നമ്മൾ നേരെ പകുതിയാക്കും. പകുതിയാക്കി കഴിഞ്ഞാൽ മേലെ 1 താഴെ 1. ഇനി ഇത് സമചതുരാവണമെങ്കിൽ ഇവിടെയും 3 സെന്റിമീറ്റർ ആയിരിക്കണം. ഇപ്പൊ നോക്കിയേ, ഇതിന്റെ 4 വശത്തും 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇതൊരു സമചതുരാണ്. അപ്പൊ ഇങ്ങനെ എത്ര സമചതുരങ്ങൾ ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ ഈ 12നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? 3 കൊണ്ട് ഹരിക്കുന്നു. അപ്പൊ 4 3 12.
അങ്ങനെ ഇവിടെ 4 ഇവിടെ 2. അപ്പൊ മേലെ 4 താഴെ 4 8 സമയം. ഇതിങ്ങനെ വരച്ച് തന്നെ നോക്കണേ. പിന്നെ ചതുരങ്ങളുടെ ചുറ്റളവ് കാണുന്നതിൽ വരാറുണ്ട്. ചുറ്റളവ് കണ്ടിട്ട് ഈ ചതുരത്തിന്റെ ചുറ്റളവ് 40 സെന്റിമീറ്റർ ആണല്ലോ. 12 കൂട്ടണം 6 സോറി 18 18 18 36 വരും അല്ലെ. അപ്പൊ ആ 36 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തെ നേർപകുതിയാക്കിയാൽ ചുറ്റളവ് എത്ര? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ തന്നെ പകുതിയാക്കി നോക്കണം. അല്ലാതെ 36ന്റെ പകുതി കണ്ടിട്ട് എഴുതിയാൽ ശരിയാവോ? 18 എന്ന് എഴുതിയാൽ ശരിയാവില്ല. അപ്പൊ നമ്മൾ ഇവിടെ പകുതിയിൽ വരച്ച് നോക്കുക. പകുതിയിൽ വരച്ച് നോക്കിയാൽ നമുക്കറിയാം ഇവിടെ 6 തന്നെ ഉണ്ടാവും. ആ 6 തന്നെയായിരിക്കും ചതുരമായതുകൊണ്ട് ഇപ്പുറത്ത് ഉണ്ടാകുക. ഇവിടെ 12നെ പകുതിയാക്കുക 6. അപ്പൊ ഇതൊരു സമചതുരാണ്. 6 4 24 എന്ന് വരും അല്ലെ. അപ്പൊ ഇത് രണ്ടും തെറ്റല്ലേ? നേരെ പകുതിയാക്കിയാൽ അത് ഉത്തരം കിട്ടുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഒരിക്കലും ചുറ്റളവ് കാണുമ്പോൾ പകുതി എന്ന് പറയുമ്പോൾ നേരെ ചുറ്റളവിന്റെ പകുതി കാണരുത്. അത് വരച്ച് നോക്കുക, എന്നിട്ട് ചെയ്യുക ഏതായാലും. ഓക്കെ. സമചതുരായാലും ദീർഘചതുരായാലും പകുതി ഒന്ന് വരച്ച് നോക്കിയാൽ വേഗം മനസ്സിലാവും. സമചതുരാകുമ്പോൾ വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ 6 സെന്റിമീറ്റർ ഉള്ള സമചതുരാണല്ലോ ഇത്. അപ്പൊ ഇതിനെ നേരെ പകുതി നമ്മൾ മുറിക്കുമ്പോൾ ഇവിടെ 3 ഇവിടെ 3 ആവും അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ 6, ഇവിടെ 6. അപ്പൊ അത് എത്രയായിരിക്കും? ആദ്യം തന്ന ചുറ്റളവിന്റെ 3 ഒരു വശം 3 വശം കൂട്ടിയതായിരിക്കും അല്ലെ. അപ്പൊ 6 3 18 ആണ് ആൻസർ. ഓക്കെ. ഇനി ഇത് ഉത്തരം മനസ്സിലായല്ലോ. 8 സമചതുരങ്ങൾ. ഇവിടെ മുറിച്ചെടുക്കാൻ പറ്റുന്ന സമചതുരങ്ങളുടെ എണ്ണം 8 ആണ്. അടുത്തത് 500 5000 25 10 ചേർന്നാൽ എത്രയാണ്? അപ്പൊ ശ്രദ്ധിക്കണം. 5 100 5000 അല്ലെ. അല്ല സോറി 5 1000 5000. പിന്നെ ഏതാ വരുന്നത്? കൂട്ടണം. 5 100 5000 5000 കൂട്ടണം. 4 100 ഉണ്ട്. പിന്നെ 25 10 25 10 250. അപ്പൊ ഇത് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 5650. 5650. അപ്പൊ ഇത് ശരിക്കും ചെയ്ത് തന്നെ നോക്കണം. ചിലര് തെറ്റിക്കുന്നത് എങ്ങനെയാ? 5425 എന്നൊക്കെ എഴുതി പോകും അല്ലെ. 25 10കൾ എന്നാ തന്നെ. ഒന്നാണെങ്കിലാണ് 5425 വരിക. അപ്പൊ 10കളായാൽ 250 എന്ന് എഴുതി നോക്കുക. തിരക്കിട്ട് ചെയ്യാതെ എഴുതി കൂട്ടി നോക്കുക. ഓക്കെ. ഇനി അടുത്തത് 25 ഗുണിക്കണം 12 സമം 300 ആണ്. ആണെങ്കിൽ 25 ഗുണിക്കണം 24 എത്ര? അപ്പൊ ഈ സംഖ്യ തമ്മിൽ എന്താണ് ബന്ധം എന്ന് നോക്കാം. 25നെ 12 കൊണ്ട് ഗുണിച്ചാൽ 300 ആണെങ്കിൽ 25നെ 24 കൊണ്ട് ഗുണിച്ചാൽ എത്ര? അപ്പൊ നമുക്കറിയാം 12ന്റെ ഇരട്ടിയാണ് 24. അപ്പൊ അതിനെ 12നെ 2 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്തത്. അല്ല, 25 × 12 എന്നതില് 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 24 കിട്ടും അല്ലെ. 12നെ 2 കൊണ്ട് ഗുണിച്ചാൽ. അപ്പൊ ഇത് ഇവിടെ 2 കൊണ്ട് ഗുണിച്ചാൽ മതിയാവും. 12ഉം 24, 12ന്റെ ഇരട്ടിയാണ് 24. അതുകൊണ്ട് 300നെ 2 കൊണ്ട് ഗുണിക്കുക. 600 എന്ന് ആൻസർ കിട്ടും. 600 എന്ന് ആൻസർ കിട്ടും. അപ്പൊ ആൻസർ ആണ് ചോദിച്ചത്. ക്ലിയർ അല്ലേ? അത് 12ന്റെ ഇരട്ടി എന്ന് വെച്ചാൽ ഇതിനെ 2 കൊണ്ട് ഗുണിച്ചതായിരിക്കും ഇത്. അപ്പൊ ആൻസറിന്റെ ഇരട്ടി കണ്ടു, 600 എന്ന് കിട്ടി. അടുത്ത ചോദ്യം.
ഒരു തുക 8 പേർക്ക് തുല്യമായി വീതിച്ചപ്പോൾ 6 രൂപ ബാക്കി വന്നു. തുക എത്രയാണെന്ന് പറയുന്നില്ല, 8 പേർക്കാണ് തുല്യമായി വീതിച്ചത്. അപ്പൊ 6 രൂപ ബാക്കി വന്നു. വീതിച്ച സംഖ്യ 4 പേർക്കാണ് തുല്യമായി വീതിച്ചതെങ്കിൽ എത്ര രൂപ ബാക്കി വരും? അങ്ങനെയാവുമ്പോൾ നമുക്കറിയാം 4ന്റെ ഇരട്ടിയാണ് 8 അല്ലെ? അപ്പൊ 4ന്റെ ഗുണിതങ്ങളൊക്കെ അതിലും വരാൻ സാധ്യത. അപ്പൊ ഒരു 4ഉം കൂടെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും അല്ലെ? 6ന്ന് ഒരു 4ഉം കൂടെ എടുക്കാൻ പറ്റും. അപ്പൊ അത് ഭാഗിച്ചു പോകും. പിന്നെ ബാക്കിയുള്ളത് 2. 6നെ 4ആയിട്ട് വീതം വെക്കാൻ പറ്റും. ഇത് 4ന്റെ ഗുണിതം കൂടിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 4 എണ്ണം മാറ്റി വെച്ചാൽ ബാക്കിയുള്ളത് 2 എന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം 5, 3, 6, 7 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയും ഏറ്റവും വലിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 7, 6, 5, 3 അവരോഹണ ക്രമത്തിൽ എഴുതുക. അവരോഹണം വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അവരോഹണം വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അങ്ങനെ ഓർമ്മിച്ചു വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് ചെറുത് കുറക്കണം. ആരോഹണ ക്രമത്തിൽ എഴുതുക. 3, 5, 6, 7 ഇതായിരിക്കും ഏറ്റവും ചെറിയ നമ്പർ. അപ്പൊ ഇത് രണ്ടും തമ്മിൽ കുറക്കുക. കുറച്ചാൽ എത്രയാണ് ഉത്തരം കിട്ടുക? ഒന്ന് കുറച്ച് നോക്കുക. ഉത്തരം കിട്ടുന്നത് എന്നീ സംഖ്യകൾ തമ്മിൽ കുറച്ച് നോക്കുക. അപ്പൊ 4086 എന്ന് ഉത്തരം കിട്ടും. ഇത് നോക്കട്ടോ. ഇനി അടുത്തത് കുറച്ച് നോക്കാൻ എല്ലാവർക്കും അറിയാലോ. ശ്രദ്ധിച്ച് കുറക്കണേ, തെറ്റിപ്പോയാല് ആൻസറിന്റെ മാർക്ക് മൊത്തം പോകും. 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു തുണി 50 രൂപക്ക് വാങ്ങി. അങ്ങനെയെങ്കിൽ 2 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള തുണിക്ക് എത്ര രൂപയാകും? അപ്പൊ നിങ്ങൾ ഇത് വേഗം 100 എന്ന് എഴുതിയാൽ ഉത്തരം തെറ്റിപ്പോകും. അപ്പൊ ആദ്യം തുണിയുടെ 1 മീറ്ററിന്റെ നീളവും വീതിയും 1 മീറ്റർ ആണ്. അപ്പൊ നമ്മള് വാങ്ങിയ തുണി 2 മീറ്റർ ആയിട്ട് വാങ്ങാൻ പോവാണ്. 2 മീറ്റർ ആയിട്ട് വാങ്ങുമ്പോൾ കടക്കാരൻ നമുക്ക് മുറിച്ച് തരുന്നത് 1 മീറ്റർ വീതിയുള്ള 2 മീറ്റർ നീളമുള്ള തുണിയായിരിക്കും. അപ്പൊ അങ്ങനത്തെ 2 എണ്ണം വേണ്ടി വരും. അപ്പൊ ആദ്യത്തേന് നമ്മൾ ഇതിന്റെ 1 മീറ്റർ വാങ്ങിയപ്പോ 50 രൂപയോ കൊടുത്തെങ്കിൽ 2 മീറ്റർ വാങ്ങുമ്പോൾ 100 രൂപ കൊടുക്കേണ്ടി വരും ആണല്ലോ. അങ്ങനെയാവുമ്പോ താഴെയും അതുപോലെ തന്നെ 1 മീറ്ററും 2 മീറ്റർ നീളം. അപ്പൊ 100 100 200 രൂപ വേണ്ടി വരും. അത് ക്ലിയർ ആയോ? നമ്മൾ 100 എന്ന് എഴുതി 2 മീറ്റർ എന്ന് കണ്ടുകൊണ്ട് 100 എന്ന് എഴുതിയാലേ തെറ്റിപ്പോവും. എന്തുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത്? വീതി, തുണിയുടെ വീതി ഇവിടെ 1 മീറ്റർ മാത്രമേ ഉള്ളൂ. 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമാണ്. അപ്പൊ അങ്ങനത്തെ 2 മീറ്റർ എടുക്കുമ്പോൾ 2 മീറ്റർ വീതിയും എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇരട്ടിയായിരിക്കും. അങ്ങനെ വരുമ്പോ ഇവിടെ ആൻസർ വരുന്നത് 200 എന്നാണ്. 200 രൂപയാണ് കടക്കാരന് കൊടുക്കേണ്ടി വരിക. ഓക്കെ. ഇവിടെ ഒരു കോഡ് രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് ABCDയുടെ ക്രമത്തിലാണ്. C മൂന്നാമത്തെ ലെറ്റർ, D നാലാമത്തെ ലെറ്റർ, E അഞ്ചാമത്തെ ലെറ്റർ. അങ്ങനെ ആവുമ്പോൾ ABC എത്രയാണ് നമുക്ക് എളുപ്പത്തിൽ എഴുതാം. 1A, 2B, 3C. 1 2 3 ആണ് ആൻസർ വരിക. 123 എന്ന് എഴുതാം. അടുത്തത് നോക്കിയേ, ജെമിനി സർക്കസിൻ നിരക്കാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കുട്ടികൾ 75, മുതിർന്നവർ 110. ടിക്കറ്റ് വിലയാണ്. ടിക്കറ്റ് വില അങ്ങനെ ആവുമ്പോ നമുക്ക് ചോദ്യം നോക്കാം. ചോദ്യം, ആകെ 120 കാണികളാണ് ഉള്ളത്. അപ്പൊ ആകെ കാണികളുടെ എണ്ണം തന്നിട്ടുണ്ട്. മുതിർന്നവർ എത്രയാണെന്നോ
പറയുന്നുണ്ട്. ആകെ മുതിർന്നവരുടെ എണ്ണത്തിൽ പകുതിയാണ് കുട്ടികളുള്ളത് എങ്കിൽ എത്ര മുതിർന്നവരും എത്ര കുട്ടികളുമാണ് സർക്കസ് കാണുന്നത്? അപ്പൊ നമ്മൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചെയ്തു നോക്കിയാണ്. ഇവിടെ ആകെ 120 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്ന കണ്ടീഷൻ വായിച്ചു നോക്കുക. മുതിർന്നവരുടെ എണ്ണത്തിന്റെ പകുതിയാണ് കുട്ടികളുടേത്. അപ്പൊ മുതിർന്നവർ 2 ആളുണ്ടെങ്കിൽ കുട്ടി 1 ആൾ. ആ രീതിയിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? 3 ഭാഗങ്ങളാക്കാം. 2 മുതിർന്നവർക്ക് 1 കുട്ടി ആയതുകൊണ്ട് അല്ലെ. അപ്പം ഇതിനെ 12നെ 3 കൊണ്ട് ഹരിച്ചാല് 4 വരും അല്ലെ. അപ്പൊ 40 എന്ന് കിട്ടും. അപ്പൊ അതിന്റെ ഇരട്ടിയാണ് മുതിർന്നവരുള്ളതെങ്കിൽ 80. ഇങ്ങനെ വരുമ്പോ എപ്പോഴും 3 ഭാഗമാക്കിയിട്ട് ഒരു ഭാഗം കുട്ടികളും മറ്റേ ഭാഗം എന്താണോ തന്നത് അതിനനുസരിച്ച് ഇവിടെ കുട്ടികളുടെ എണ്ണം ആയതുകൊണ്ട് 80 ആണ് മുതിർന്നവർ. ഇപ്പൊ കണ്ടീഷൻ ഓക്കെ അല്ലേ നോക്കണം. എന്താണ്? 40ന്റെ ഇരട്ടിയാണ് 80. അത് ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ 120 കിട്ടണം. അപ്പൊ 40 അധികം 40 കൂട്ടണം 80 സമം 120. അപ്പൊ നമുക്ക് കുട്ടികളുടെ എണ്ണവും കിട്ടി, മുതിർന്നവരുടെ എണ്ണവും കിട്ടി. അപ്പൊ ഇവിടെ ചോദ്യം എത്ര കുട്ടികളാണ് എത്ര മുതിർന്നവരാണ് എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ മുതിർന്നവർ അങ്ങനെ തന്നെ എഴുതുക. മുതിർന്നവർ 40, കുട്ടികൾ 40, മുതിർന്നവർ 80 എന്ന് എഴുതുക. ഓക്കെ. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം, അത് 2 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ അടുത്തത് ഓരോ വിഭാഗത്തിനും ടിക്കറ്റുകളിൽ നിന്ന് ലഭിച്ച വരുമാനം എത്ര? നമ്മള് കുട്ടികൾ 40 ആണുള്ളത്. 40 × 75 ചെയ്യുക. 40 ഗുണിക്കണം 75. 40 ഗുണിക്കണം 75. 40 ഗുണിക്കണം 75 എത്രയാണ്? 40 ഗുണിക്കണം 75. 75നെ 4 കൊണ്ട് ഗുണിച്ചിട്ട് ഒരു 0 ഇട്ട് കൊടുക്കാം. 75നെ 4 കൊണ്ട് ഗുണിച്ചിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 75 4 നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ്? 300 അല്ലെ. 150 300. അപ്പൊ അതിന്റെ കൂടെ ഒരു 0 കൂടെ ഇട്ടാൽ 3000 രൂപയാണ് കുട്ടികളിൽ നിന്ന് കിട്ടുന്നത്. 3000 രൂപയാണ്. ഇനി അടുത്തത് മുതിർന്നവരതും കൂടെ കാണണം നമ്മള്. മുതിർന്നവരത് 80 രൂപയാണ് ആളുകളാണുള്ളത്. 80 മുതിർന്നവർക്ക് ഒരാൾക്ക് 110 രൂപ അല്ലെ. അപ്പൊ 11 ഗുണിക്കണം 8 ചെയ്യാം. അതിന്റെ കൂടെ 0 ഇട്ട് കൊടുത്താൽ മതി. 0 കൊണ്ട് ഗുണിക്കുന്ന പഠിച്ചിട്ടുണ്ടാവില്ലേ? 110 എളുപ്പത്തിൽ നമുക്ക് ഗുണിക്കാൻ പറ്റുന്ന നമ്പർ തന്നെയാണ്. 110 സമം 8800 എന്ന് കിട്ടും അല്ലെ. 88ഉം 2 0. ഓക്കെ അല്ലേ. ഇനി ആകെ വരുമാനം കാണാൻ 8800 കൂട്ടണം 3000. ഇപ്പൊ 8 3 11 11,800 എന്ന് കിട്ടും അല്ലെ. എഴുതി കൂട്ടി നോക്കാം. ആൻസർ 11,800. കുട്ടികളിൽ നിന്നും മുതിർന്നവരിൽ നിന്നും കൂടെ കിട്ടുന്നത്. ഓക്കെ. ഇതിന് 5 മാർക്കാണ് വരുന്നത്. 2 മാർക്ക് മേലെ. അപ്പൊ നമ്മൾ മുതിർന്നവർ കുട്ടികൾ എന്ന് എഴുതുക. ഇവിടെ അതുപോലെ എഴുതുക. അവസാനത്തത് 11,800 കൂട്ടി എഴുതുക. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, രാമു 2144 രൂപയ്ക്ക് 8 കിലോഗ്രാം പയറും 8 കിലോഗ്രാം കടലയും വാങ്ങി. 1 കിലോഗ്രാം പയറിന് 1 കിലോഗ്രാം കടലയേക്കാൾ 12 രൂപ കൂടുതലാണ് എങ്കിൽ 1 കിലോഗ്രാം കടലയുടെ വില എത്ര? ഇതാണ് കാണേണ്ടത്. നമുക്ക് ആകെ വില തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുണ്ട്? 2144.
എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് അതില് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 8 കിലോഗ്രാം പയറും 8 കിലോഗ്രാം കടലയുമാണ്. അപ്പൊ രണ്ടും 8 കിലോഗ്രാം വീതമാണുള്ളത്. ഓരോ കിലോഗ്രാം പയറിനേക്കാളും 1 കിലോഗ്രാം പയറിനേക്കാളും അല്ലെ, പയറിന് 1 കിലോഗ്രാം കടലയേക്കാൾ 12 രൂപ കൂടുതലാണ്. അപ്പൊ 8 കിലോ ഉള്ളതിൽ നിന്ന് 12 രൂപ കൂടുതൽ, 8ന് 12 രൂപ കൂടുതൽ എന്ന് വെച്ചാൽ അത് കുറച്ചാൽ നമുക്ക് രണ്ടിനും ഒരേപോലത്തെ വില കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ 8 കിലോഗ്രാമിന് 12 രൂപ വെച്ച് ഗുണിച്ച് നോക്കുക. 8 ഗുണിക്കണം 12 ചെയ്ത് നോക്കുക. അത് എത്രയാണോ അതായിരിക്കുമല്ലോ അധികം വന്ന വില. അപ്പൊ നമ്മൾ 8 ഗുണിക്കണം 12 ചെയ്യുന്നു. അത് എത്ര കിട്ടും? ആൻസർ 96 ആൻസർ വരും അല്ലെ. അപ്പൊ 8 ഗുണിക്കണം 12 96 ആയാല് ഈ 2144ന്ന് 96 കുറച്ച് നോക്കാം. അപ്പൊ നമുക്ക് 16 കിലോനും സെയിം ആയിട്ടുള്ള വില കിട്ടും. 2144 കുറക്കണം 96, എത്ര വരിക? 2144ന്ന് 96 കുറക്കുക. ഇപ്പൊ 2048 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് 16 കിലോന് സെയിം ആയിട്ടുള്ള വില. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കൂടെ 12 കൂട്ടിയാലാണ് മറ്റേത്. അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു 2048 എന്ന് കിട്ടി. പിന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ആകെ എത്ര കിലോഗ്രാം ഉള്ളത് അല്ലെ? 8 കിലോഗ്രാം പയറും 8 കിലോഗ്രാം കടലയും ആണുള്ളത്. ആകെ 16 കിലോഗ്രാം ആണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? അത് 2 ഭാഗമാക്കുക. രണ്ടിനും തുല്യ കിലോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ കിട്ടിയ ആൻസറിന് നമ്മൾ എന്ത് ചെയ്യാം? 2048ന്റെ പകുതിയാണ്. 2048ന്റെ പകുതി എത്രയാണ്? 2048 ഹരിക്കണം 2. ആൻസർ കിട്ടുക 1024 അല്ലെ. 1024 എന്ന് കിട്ടും. അപ്പൊ 1024നെ 8 കൊണ്ട് ഹരിച്ചാല് 1 കിലോഗ്രാം പയറിന്റെ വില കിട്ടും. 1024നെ 8 കൊണ്ട് ഹരിക്കുക. 8 കൊണ്ട് ഹരിച്ചാല് 128 എന്ന് കിട്ടും. അതാണ് ആരുടെ വില? കടലയുടെ. കടലക്കാണല്ലോ 12 രൂപ കുറവ്. അപ്പൊ നമ്മൾ അതിനെ 8 കൊണ്ട് ഹരിച്ച് നോക്കുകയാണ്. ഹരിക്കണം 8. അപ്പൊ കടലയുടെ വില കിട്ടി 128 രൂപ എന്ന് കിട്ടി. ഹരിച്ച് നോക്കിയാല് 128 എന്ന് കിട്ടും. അപ്പൊ ഇനി എന്ത് കാണണം? നമ്മളോട് ചോദിച്ചത് പയറിന്റെ വിലയാണ്. അപ്പൊ പയറിന്റെ വില എത്രയായിരിക്കും? 1 കിലോന് 128 രൂപയാണ്. കടലക്കെങ്കില് പയറിന് എത്രയാണ്? 128ന്റെ കൂടെ 12 കൂട്ടിയാൽ മതി. 128ന്റെ കൂടെ 12 കൂട്ടുക. 128 കൂട്ടണം 12. അപ്പൊ 140 രൂപ പയറിന് വരും. പയറിന്റെ വില 140 രൂപയാണെന്ന് കിട്ടി. അപ്പൊ നമുക്കിവിടെ കടലയുടെ വില കിട്ടി 128 രൂപ, പയറിന്റെ വില 140 കിട്ടി. അങ്ങനെയാണെങ്കിൽ 6 കിലോഗ്രാം പയറിന്റെ വില എത്രയാകും? അത് കാണാൻ ഇനി എളുപ്പമാണ് അല്ലെ. പയറിന്റെ വില 140 ആണ്. 140 ഗുണിക്കണം 6 ചെയ്താൽ മതി. 140 ഗുണിക്കണം 6. 6 കിലോഗ്രാം പയറായതുകൊണ്ടാണ് 6 കൊണ്ട് ഗുണിക്കുന്നത്. 140 ഗുണിക്കണം 6 സമം 840 എന്ന് കിട്ടും. 14നെ 6 കൊണ്ട് ഗുണിച്ചിട്ട് 0 ഇട്ടതാണ്.
ഇങ്ങനെ ഗണിതം അവിടെ കഴിഞ്ഞു. ഇനി നമ്മുടെ പരിസര പഠനമാണ്. പാർട്ട് 2 പരിസര പഠനം 20 മാർക്കിനുണ്ട്. ആദ്യത്തെ ചോദ്യം, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണ്? ഇത് ആരുടെ വാക്കുകളാണ്? ബാലഗംഗാധർ തിലക്. ആരതാ? ബാലഗംഗാധര തിലകിന്റെ വാക്കുകളാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്നത്. സമയം പോവും, അത് എഴുതിയെടുത്തോളൂല്ലോ. വൈദ്യുത പദ്ധതികളിൽ വൈദ്യുതി ഉൽപാദനത്തിന് ജലത്തിന്റെ ഏത് പ്രത്യേകതയാണ് പ്രയോജനപ്പെടുന്നത്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ജലത്തിന്റെ ഏത് പ്രത്യേകതയാണ് ഏത് പ്രത്യേകതയാണ്? ഒന്ന് ഉത്തരം എഴുതി നോക്കണേ മക്കളെ. ഒഴുകുന്ന ജലത്തിന് ശക്തി ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്, അല്ലെ? ഇതാണ് നമ്മുടെ അണക്കെട്ടുകളൊക്കെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഒഴുകുന്ന ജലത്തിന് ശക്തിയുണ്ട് എന്ന പ്രത്യേകത കൊണ്ടാണ് വൈദ്യുത പദ്ധതികളിൽ വൈദ്യുതിയുടെ ഉൽപാദനത്തിന് ജലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒഴുകുന്ന ജലത്തിന് ശക്തിയുണ്ട് എന്നതാണ്. ഒഴുകുന്ന ജലത്തിന് ശക്തിയുണ്ട് എന്ന ജലത്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ അണക്കെട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്നത്, വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടിയും ഉപയോഗിക്കുന്നത്. 7 ചില്ലുകളും ഒരു പന്തും ഉപയോഗിച്ച് കളിക്കുന്ന ഒരു നാടൻ കളിയുടെ പേര് എഴുതുക. ഏതാണ് ആ നാടൻ കളി? നമ്മുടെ ബുക്കിലുള്ള കളിയാണ് ലാഹോറി കളി, അല്ലെ? ബുക്കിൽ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. 7 ചില്ലുകളും ഒരു പന്തും ഉപയോഗിച്ച് കളിക്കുന്ന കളിയാണ് ലാഹോറി. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ദശപുഷ്പം ചൂടി നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് സ്ത്രീകൾ കളിക്കുന്ന കളിയാണ്, ഇത് നമ്മൾ പഠിച്ചത് തന്നെയാണ്, ഏതാ? തിരുവാതിര, അല്ലെ? 5ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല ഏതാണ്? ഏതാണ്? കോഴിക്കോട് ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുത ജില്ല. ഓക്കെ. അടുത്ത 6ാമത്തത്, വേലകളി എന്ന കലാരൂപത്തിന് പ്രസിദ്ധമായ ജില്ല ഏത്? വേലകളി എന്ന കലാരൂപത്തിന് പ്രസിദ്ധമായ ജില്ല ഏത്? ഏത് ജില്ലയാണ്? ആലപ്പുഴ ജില്ലയാണ്. ആൻസർ ഡി, ആലപ്പുഴ. ഇലയും പൂവും കായും ആഹാരത്തിനായി ഉപയോഗിക്കുന്ന ഒരു സസ്യം. ഇലയും പൂവും കായും ആഹാരത്തിനായി ഉപയോഗിക്കുന്ന ഒരു സസ്യം. ഓപ്ഷൻസിൽ മുരിങ്ങ, കാബേജ്, കരിമ്പ് ഇവയെല്ലാം. മുരിങ്ങയാണ് ഇലയും പൂവും കായും ആഹാരത്തിനായി ഉപയോഗിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഇരപിടിയന്മാരായ പക്ഷികൾ ഏത്? താഴെ പറയുന്നവയിൽ ഇരപിടിയന്മാരായ പക്ഷികൾ ഏത്? താറാവ്, കൊക്ക്, മരംകൊത്തി തത്ത, മൂങ്ങ പരുന്ത്, കുളക്കോഴി കാക്ക. ഇതിലേതാണ്? മൂങ്ങയും പരുന്തുമാണ് ഇരപിടിയന്മാർ. ആൻസർ സി. തവളയുടെ പൊതു സവിശേഷതകളിൽ പെടാത്തത് ഏത്? പെട്ടതല്ല ചോദിക്കുന്നത്, പെടാത്തത്. തവളയ്ക്ക് ജലത്തിലും കരയിലും ജീവിക്കാൻ കഴിയും, ശരിയാണ്. തവളയുടെ പിൻകാലുകൾ നീളം കൂടിയതാണ്, അതും ശരിയാണ്. തവളയ്ക്ക് ചെവിക്കുടയുണ്ട്. തവളയ്ക്ക് ചെവിക്കുടയുണ്ടോ? ഇല്ല, അല്ലെ? നമ്മൾ പഠിച്ചതാണ്. അപ്പൊ തവളയ്ക്ക്
ചെവിക്കുടയില്ല. തവള മുട്ടയിടുന്ന ജീവിയാണ്. അതെ. അപ്പൊ നമ്മളെ ആൻസർ തവളയ്ക്ക് ചെവിക്കുട ഉണ്ട് എന്നത് തെറ്റാണ്. ബാക്കിയൊക്കെ ശരി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് എന്ന്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് എന്ന് നമ്മൾ പഠിച്ചതാണ്. ചാന്ദ്രദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1969 ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. ജൂലൈ 21 ഓർമ്മ ഉണ്ടായാൽ തന്നെ ആൻസർ. ബാക്കിയൊക്കെ വേറെ ദിവസങ്ങളായതുകൊണ്ട് വേഗം കിട്ടും. വർഷം പഠിച്ചിട്ടില്ലെങ്കിലും കിട്ടും. ഓക്കെ. അടുത്തത്, മിനി ടീച്ചർ ബോർഡിൽ വരച്ച ആശയ ഭൂപടം പൂർത്തിയാക്കാൻ മനുവിനെ സഹായിക്കാമോ? അപ്പൊ ഭൂപടം ഇവിടെ തന്നിട്ടുണ്ട്. ഈ ചിത്രമാണ്, രേഖാചിത്രമാണ് വരച്ചത്. അപ്പൊ ഇതിലെ വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടായിരിക്കണം നിങ്ങൾ സഹായിക്കേണ്ടി വരിക. ഇതൊക്കെ ആശയ ഭൂപടം നോക്കിയേ. വിത്ത്, ബീജശീർഷം, ബീജമൂലം അല്ലെ. ഇവിടെ എന്താ വരിക? ബീജമൂലം വേരായിട്ട് പോവും. അപ്പൊ ബീജശീർഷം എന്താണ്? തണ്ട്. ബീജമൂലം, ബീജശീർഷം. ഇത് പഠിച്ചതാണ്. പിന്നെ വളരാൻ ആവശ്യമായിട്ട് എന്തൊക്കെ വേണം? വളരാൻ ആവശ്യമായ ഇത് എന്തൊക്കെയാണ്? എന്തൊക്കെ കൊടുത്തിട്ടാണ്? ആദ്യം ഇതിനെന്താ ഉണ്ടാകുക? ഒരു ബീജപത്രം ഉണ്ടാവും അല്ലെ. അതിൽ നിന്നാണ് അവര് ആഹാരം ശേഖരിച്ചു വെച്ചതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ബീജപത്രം എന്ന് എഴുതാം. ഇവിടെ നമുക്ക് ഏകബീജപത്രം, ദ്വിബീജപത്രം, 2 തരത്തിലുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ വരേണ്ടത് ബീജപത്രം എന്നാണ്. അപ്പൊ അതിനെ ഏകബീജപത്രവും ദ്വിബീജപത്രവും ആക്കുന്ന. പിന്നെ അതിനുള്ള ഉദാഹരണമാണ് ചോദിക്കുന്നത്. ഉദാഹരണം എന്തൊക്കെ എഴുതാം? ഏകബീജപത്രത്തില് നമുക്ക് കുറെ അറിയാം അല്ലെ. ഏതൊക്കെ എഴുതാം? നെല്ല്, ഗോതമ്പ്, പിന്നെ കവുങ്ങ്, തേങ്ങ, അടക്ക, ഇതൊക്കെ ഏകബീജപത്രങ്ങളാണ്. ദ്വിബീജപത്രങ്ങളിലും ഇഷ്ടംപോലെ ഉണ്ട്. മാവ്, മാങ്ങ, പിന്നെ പുളി, പയറ്, അങ്ങനെ കടല, ഇതൊക്കെ ദ്വിബീജപത്രങ്ങളുള്ള ചെടികളാണ് അല്ലെ. അപ്പൊ അതിന്റെ പേരും കൂടെ എഴുതും. പനയോല കണ്ട ഒരു കുട്ടിക്ക് അതിന്റെ വേരുപടലം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് വ്യക്തമാക്കി കൊടുക്കാമോ? അപ്പൊ പനയോലക്ക് സമാന്തര ശിരാവിന്യാസമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വേര് നാരുവേര് പടലമായിരിക്കും. അത് ഇവിടെ എഴുതി കൊടുക്കുക. വേര്, നാരുവേര്. ഒരു മാർക്കേ ഉള്ളൂ. നാരുവേരായിരിക്കും പനയോലക്ക്. സമാന്തര ശിലാവിന്യാസമാണ്. വിത്ത് മുളച്ചാൽ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ്? ബീജമൂലം. നമുക്കറിയാലോ, ബീജമൂലം. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരമായി വരുന്ന സംസ്ഥാനങ്ങൾ ഭൂപടത്തിൽ രേഖപ്പെടുത്തുക. ഭൂപടത്തെ കുറിച്ച് നല്ലൊരു ധാരണ വേണം. ഇന്ത്യന്റെ ഭൂപടം ഇവിടെ തന്നിട്ടുണ്ട്. ഇതില് ഓരോ പ്രസ്താവനയും അടയാളപ്പെടുത്താനാണ് പറയുന്നത്. ഇപ്പൊ ബിഹു ദേശീയ ഉത്സവമായി ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ബിഹു എവിടെയാണ്? ആസാമിലാണ്. അപ്പൊ ആസാമിന്റെ അടുത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. പുതിയ 50 രൂപ കറൻസിയിൽ ആലേഖനം ചെയ്ത പ്രസിദ്ധമായ സ്ഥലം എവിടെയാണ്? ഹംപിയാണ്, കർണാടകയിലെ. പിന്നെ ഇറ്റാനഗർ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്? ഇറ്റാനഗർ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്? നമ്മൾ പഠിച്ചതാണ്. സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളും ഒക്കെ പഠിച്ചു. അപ്പൊ അതില് ഇറ്റാനഗർ അരുണാചൽ പ്രദേശിലാണ്. പിന്നെ അടുത്ത ചോദ്യം. അപ്പൊ അത് ഭൂപടത്തിൽ ഇങ്ങനെ കർണാടക ആണെങ്കിൽ കർണാടകയിൽ കണ്ടോ, കർണാടക അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ നമുക്കറിയാം ഹിന്ദി അല്ലെ.
ഹിന്ദി നമ്മുടെ ദേശീയ ഭാഷയും കൂടിയാണ്. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ഇത്രയാണ് നിറവിന്റെ ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങൾ. എല്ലാം നല്ല ചോദ്യങ്ങളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടതും കൂടെ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്ക്. ഓരോ മോഡലും ചെയ്ത് നോക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.